Dear students, income tax കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 5 ഹെഡ് ഓഫ് ഇൻകത്തിൽ ഒന്നാമത്തെ ഹെഡായ ഇൻകം ഫ്രം സാലറി ആണ് പറയാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ഇൻകം 5 ഹെഡാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 മാർഗങ്ങളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇൻകം വരുന്നത്. അതിൽ ഒന്നാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം സാലറി. ശ്രദ്ധിക്കുക, ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡ് പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാൻ പോവുകയാണ്. എന്താണ് സാലറി? Salary is the remuneration given by the employer to the employee for rendering a work, for doing a job. എന്താണ് salary? Salary is the remuneration given by the employer to the employee. Employer employee നൽകുന്ന remuneration ആണ് salary. For doing a job, ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? എംപ്ലോയർ ഉണ്ട്, എംപ്ലോയി ഉണ്ട്, ഒരു വർക്ക് ഉണ്ട്, അതിന്റെ പ്രതിഫലമാണ് എന്ത്? സാലറി. ഓക്കെ. Then salary is consisting of, സാലറി എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്, അതിന്റെ ഘടകങ്ങളാക്കി എന്തൊക്കെയാണ്? സാലറി ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ബേസിക് പേ, അലവൻസസ്, perquisites and profit in lieu of salary. ഇതൊക്കെയാണ്. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ, അലവൻസസ്, perquisites അഥവാ perks and profit in lieu of salary. അപ്പോൾ എന്താണ്? സാലറി ഈസ് ദ remuneration given by the employer to the employee for doing a job. Salary may be paid daily, weekly, monthly or yearly. ദിവസത്തിൽ കൊടുക്കാം, ആഴ്ചയിൽ കൊടുക്കാം, മാസത്തിൽ കൊടുക്കാം, വർഷത്തിൽ കൊടുക്കാം. ഇത് ഏത് രീതിയിൽ കൊടുത്താലും എംപ്ലോയർ കൊടുക്കുന്ന ജോലിക്ക് പകരമായി കൊടുക്കുന്ന റെമ്യൂണറേഷൻ സാലറി കൊടുക്കും. ഓക്കെ. ആ സാലറി ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് എന്തൊക്കെ ചേർന്നതാണ്? ബേസിക് പേ, DA, that means allowances, perquisites and profit in lieu of salary. Salary is equal to basic pay plus allowances plus perquisites plus profit in lieu of salary. ശരി. ബേസിക് പേ അടിസ്ഥാനമായിട്ട് ഒരു ശമ്പളമുണ്ട്. അടിസ്ഥാന ശമ്പളം ഏത് ജോലിക്കാണെങ്കിലും ഇത്ര രൂപ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കും. എന്നാൽ അത് മാത്രമല്ല ആ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അതോടൊപ്പം കുറെ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കൂടി ചേർന്നതാണ് അയാളുടെ ടോട്ടൽ സാലറി. അപ്പൊ അത് ഏതൊക്കെയാണ്? അതാണ് ബേസിക് പേക്ക് പുറമെ വരുന്ന അലവൻസുകൾ, പെർക്വിസിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. റെഡി. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ് അലവൻസുകൾ. അപ്പോ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇനി അലവൻസുകൾ എന്താണെന്ന് പറയാൻ നമുക്ക് തുടങ്ങാം. യെസ്. സാലറി ഇൻക്ലൂഡ് ബേസിക് പേ, അലവൻസസ്, പെർക്സ് ആൻഡ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് അലവൻസുകളാണ്. അലവൻസ് ബേസിക് പേ അടിസ്ഥാനപരമായിട്ട് ഏതൊരു ജോലിക്കും ഒരു സംഖ്യ ഉറപ്പിച്ചിരിക്കുന്നതാണ് ബേസിക് പേ. അതിനോട് ചേർന്ന് വരുന്ന മറ്റു ബെനിഫിറ്റുകളാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് സാലറി ഇൻകം. അതിൽ അടുത്തതാണ് അലവൻസ്. വാട്ട് ഈസ് അലവൻസ്? അലവൻസ് ഈസ് ദ additional benefit given by the employer to the employee to meet a specific expense. Allowances are the additional benefits given by the employer to the employee to meet specific
എക്സ്പെൻസസ്, ഏതെങ്കിലും പ്രത്യേക എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് നൽകുന്ന ഒരു ബെനിഫിറ്റ് ആണ് അലവൻസ്. ഉദാഹരണത്തിന് മെഡിക്കൽ അലവൻസ്. ഇപ്പോ മെഡിക്കൽ സംബന്ധമായ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്നതാണ് മെഡിക്കൽ അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ്, വീട് വാടക കൊടുക്കുന്ന ഇനത്തിലേക്ക് നൽകുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. ഇങ്ങനെ അഡീഷണൽ ബെനിഫിറ്റ് ആണ് അലവൻസ്, ഏതെങ്കിലും ഒരു പ്രത്യേക എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അലവൻസുകളെ നമ്മൾക്ക് മൂന്നാക്കി തരംതിരിക്കാം. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്, ഫുള്ളി ടാക്സബിൾ അലവൻസസ് ആൻഡ് പാർട്ട്ലി ടാക്സബിൾ അലവൻസസ്. ഏതൊക്കെയാണ്? Allowances are classified into three categories. Which are they? Fully exempted allowance, yes, fully taxable allowance and partly taxable allowance. Right. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അയാളുടെ ടോട്ടൽ ഇൻകം കണ്ടെത്തും. ആ ടോട്ടൽ ഇൻകം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് സാലറി ഉള്ള ആളാണെങ്കിൽ അയാളുടെ സാലറി ഇൻകം കണ്ടെത്തും. അപ്പോൾ ഒരു വ്യക്തിയുടെ ടാക്സ് അടയ്ക്കേണ്ട സാലറി ഇൻകം എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട സാലറി എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, when calculating the taxable gross salary, when we consider the allowances കൺസിഡർ ചെയ്യുമ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിന്റെ പ്രത്യേകത എന്താ? ആ അലവൻസ് അയാൾക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ കിട്ടുന്ന തുക അയാൾ ടാക്സ് അടയ്ക്കേണ്ട ഗ്രോസ് സാലറി ആയിട്ട് കണക്കാക്കുന്നില്ല. അഥവാ അയാളുടെ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ടാക്സ് അടയ്ക്കേണ്ട തുകയായിട്ട് നമ്മൾ പരിഗണിക്കില്ല. അത്തരം ടാക്സ് അടയ്ക്കേണ്ടാത്ത അലവൻസുകളെയാണ് നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയാ. അത് പ്രധാനമായിട്ടും ഒന്ന് അലവൻസസ് ഫ്രം UNO എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന ഒരാളാകുമ്പോൾ അലവൻസസ്, അങ്ങനെ കിട്ടുന്ന അലവൻസസ് ഫ്രം UNO ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്, അതിന് ടാക്സ് അടയ്ക്കേണ്ട. ഫോറിൻ അലവൻസ് ടാക്സിൽ നിന്ന് ഫ്രീ ആണ്, ടാക്സ് ഫ്രീ ആണ്. പിന്നെ HRA ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജ്, എല്ലാ HRA അല്ല, എല്ലാവർക്കും കിട്ടുന്ന HRA എക്സംപ്റ്റ് അല്ല. HRA ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യക്തി, ഈ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഹൈക്കോർട്ട് ഓർ സുപ്രീം കോടതി ജഡ്ജ് അവരാണെങ്കിൽ അവർക്ക് HRA ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സാലറിയിൽ ഉൾപ്പെടുത്തില്ല. ഓക്കേ, HRA ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി. then per day allowance. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇത്രയും അലവൻസുകൾ ഓർമ്മിച്ചു വെക്കാം. ക്വസ്റ്റ്യനിൽ കാണാൻ സാധ്യതയുള്ള അലവൻസ് ആണിത്. ഇത് എന്താണ്? എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അത് കണ്ടാൽ നമ്മൾ എന്ത് വേണ്ട? ഗ്രോസ് സാലറിയിൽ ആ എമൗണ്ട് എടുക്കരുത്. ഉദാഹരണത്തിന് പെർ ഡേ അലവൻസ് കണ്ടു. അപ്പൊ നമ്മള് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റില് പെർ ഡേ അലവൻസ് ഇന്നർ കോളത്തിൽ എക്സംപ്റ്റ് എഴുതും, ഔട്ടർ കോളത്തിൽ എമൗണ്ട് എഴുതണ്ട. അടുത്ത് വരട്ടെ മതി. അല്ലെ അലവൻസസ് ഫ്രം UNO ആണെങ്കിൽ അലവൻസസ് ഫ്രം UNO ഇന്നർ കോളത്തിൽ എക്സംപ്റ്റ് എഴുതും, ഔട്ടറിൽ ഒരു വരട്ടെ മതി. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഒന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അത് പറയാം. അത് പറയുന്നതിന് മുൻപ് ഈ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾക്ക് പറയേണ്ടത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ശ്രദ്ധിക്കുക, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിനെ പ്രധാനപ്പെട്ടതേ പറഞ്ഞുള്ളൂ. ഇതോടൊപ്പം ഞാൻ ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ എന്താ പറയാ ഓൺലൈനായിട്ട് വരുന്ന ഈ ക്ലാസ്സിൽ എല്ലാം വളരെ വിശാലമായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികളും ഒരു ടെക്സ്റ്റ് എത്രയും പെട്ടെന്ന് കയ്യിലെത്തിക്കണം കേട്ടോ. ശരി, ഇനി പറയാൻ പോകുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് പറയാൻ പോവുകയാണ്. കേട്ടോള. ഒന്ന്, ഡിയർനെസ്
DA or DP, dearness pay. 2 ബോണസ്, 3 കമ്മീഷൻ, 4 ഓവർ ടൈം അലവൻസ്, 5 മാരേജ് അലവൻസ്, ഫാമിലി അലവൻസ്, ടിഫിൻ ഓർ ലഞ്ച് അലവൻസ്, entertainment allowance, dog allowance, medical allowance, wardership allowance, non-practice allowance, and city compensatory allowance. ഈ പറഞ്ഞ ഏത് അലവൻസ് കണ്ടാലും ശ്രദ്ധിക്കുക, നിങ്ങൾ കിട്ടുന്ന തുക ഈ വ്യക്തിയുടെ ശമ്പളത്തിൽ, ടാക്സ് അടയ്ക്കേണ്ട ശമ്പളത്തിൽ ഉൾപ്പെടേണ്ടതാണ്, ടാക്സബിൾ ആണ്. ഏതൊക്കെയാണത്? 13 അലവൻസ് ഞാനിപ്പോ പറഞ്ഞു. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. മിക്കവാറും ഈ ഗ്രോസ് സാലറി കാണുന്ന അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി കാണുന്ന ഒരു പ്രോബ്ലം എസ് ആയിട്ട് വരും. അതിൽ വരുന്ന അലവൻസുകളാണ് ഈ പറഞ്ഞത്. ഇത് പഠിച്ചു വെക്കണം. റെഡി? ഏതൊക്കെയാണ്? 13 എണ്ണം പറഞ്ഞു. അപ്പോ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് പറയാം. നിങ്ങൾ ഓർക്കുക. ഒരു ചെറിയൊരു സ്റ്റോറി കൂടി ആ ഷോർട്ട് കട്ട് പറയാം. ശ്രദ്ധിച്ചോളൂ. 1, ഒരു വ്യക്തി, ഒരു കക്ഷി ഈ പഠിപ്പൊക്കെ കഴിഞ്ഞ്, അതുപോലെ ബികോമും പിന്നെ എംകോമും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലിയൊന്നും കിട്ടാതെ ആകെ വിഷാദഗ്രസ്തനായിട്ട്, അല്ലെ, സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ജോലിയോ കിട്ടാനുണ്ടാവുമ്പോൾ കുറച്ച് വലിയ സങ്കടമുണ്ടാവും. പക്ഷെ ഉള്ള PSC പരീക്ഷകൾ മുഴുവൻ ഇയാൾ എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ കയ്യിൽ ഓർഡർ വന്നു. PSC ലിസ്റ്റിൽ വന്നത് ഭാഗമായിട്ട് ഇയാളെ ജോലി കിട്ടിയിട്ടുള്ള ഓർഡർ. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അയാള് ജോലിയിൽ ജോയിൻ ചെയ്തു. അയാൾക്ക് എന്ത് കിട്ടും? സാലറി കിട്ടുമല്ലോ. സാലറിയിൽ ബേസിക് പേ കിട്ടും. ആ ബേസിക് പേയോടൊപ്പം പ്രധാനപ്പെട്ട അലവൻസുകൾ കിട്ടും. ആ അലവൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 അലവൻസ്, തോന്നത്തുക ഉണ്ടാവും, കുറച്ച് കൂടുതൽ സംഖ്യ കാണുന്ന 4 അലവൻസ് ഓർക്കുക. ഏതൊക്കെയാണ് 4 അലവൻസ്? ബേസിക് പേയോടൊപ്പം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അലവൻസ് കൂടുതൽ വരുന്ന തുകയാണ് DA, ഡിയർനെസ് അലവൻസ്. അത് കിട്ടി, വലിയൊരു സംഖ്യ. ബേസിക് പേക്ക് പുറമെ ഡിയർനെസ് അലവൻസ് വന്നു. പിന്നെ എന്ത് വന്നു? ബോണസ് വന്നു. കമ്മീഷൻ കിട്ടുന്ന ഒരു കമ്മീഷൻ ബേസ് കൂടി വരുന്ന ഒരു ജോലിയാണ് കമ്മീഷൻ വന്നു. ഓവർ ടൈം ചെയ്യാവുന്ന ജോലിയാവുന്ന ഓവർ ടൈം അലവൻസ് വന്നു. ഈ 4 എലമെന്റ്സുകൾ അഡീഷണൽ ആയിട്ട് വന്നു. ഏതൊക്കെയാണ്? DA, ബോണസ്, കമ്മീഷൻ, ഓവർ ടൈം, കമ്മീഷൻ, DA, ബോണസ്. ഓക്കെ, ഈ 4 എലമെന്റ്സ് നോക്കാം. ഏതൊക്കെയാണ്? DA or DP, ബോണസ്, കമ്മീഷൻ, ഓവർ ടൈം. ഈ 4 എലമെന്റ്സും പിന്നെ ബേസിക് പേ കുറിച്ച് നല്ലൊരു സംഖ്യ ഈ കക്ഷിയുടെ കയ്യിലുണ്ട്. അപ്പൊ നല്ലൊരു സംഖ്യ, നല്ലൊരു തുക കയ്യിലുണ്ട്. അങ്ങനെ പണം കയ്യിലെത്തിയപ്പോ ഇയാൾക്ക് ഒരു പൂതി. എന്താ പൂതി വന്നത്? ഒരു കല്യാണം കഴിക്കുന്ന ഒരു കല്യാണം, മാരേജ്. അപ്പൊ ഈ 4 അലവൻസ് വന്നപ്പോ കല്യാണം കഴിക്കാനുള്ള പൂതി വന്നു. മാരേജ് അലവൻസ്. കല്യാണം കഴിച്ചതോടുകൂടി ഫാമിലിയിൽ വളരെ ശ്രദ്ധയായി. സാധാരണ സമയത്തിന് വീട്ടിലെത്താത്ത കക്ഷി സമയത്തിന് വീട്ടിലെത്താനൊക്കെ തുടങ്ങി. ഫാമിലിയോടുകൂടി വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പോ മാരേജ് അലവൻസ് ആയി, ഫാമിലി അലവൻസ്. അങ്ങനെ ഫാമിലിയുമായിട്ട് സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ഈ പുള്ളിക്കാരന് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണമെങ്കിൽ വീട്ടിലെത്തണം എന്നുള്ള അവസ്ഥ. ഉച്ചയാവാൻ കാത്തിരിക്കും, ലഞ്ച്. വീട്ടിലെത്തി, ടിഫിൻ, ലഞ്ച്. അപ്പൊ എന്താണ്? കല്യാണം കഴിച്ചു, ഫാമിലി ആയി, ഭക്ഷണം വീട്ടിലൊന്നിച്ചായി, ഭക്ഷണം, ലഞ്ച് അലവൻസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 4 ഏതൊക്കെയായിരുന്നു? ബോണസ്, കമ്മീഷൻ, ഓവർ ടൈം ആൻഡ് DA. ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോ ഇയാൾക്കൊരു മോഹം വന്നതാണ് മാരേജോടുകൂടി ഫാമിലിയിൽ ശ്രദ്ധ കൂടി. പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോലും വീട്ടിലെത്തും, ലഞ്ച്, ടിഫിൻ അലവൻസ്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോ ഭാര്യ പറഞ്ഞു, ഇന്ന് ഒരു ഹോളിഡേ ആയിരുന്നു, ഇന്ന് നമ്മള് ഒരു എന്റർടൈൻമെന്റിന് ഒന്ന് പുറത്തൊക്കെ പോയാൽ, ഒരു സിനിമയൊക്കെ കാണാനും ഒന്ന് ബീച്ചിലൊക്കെ പോവാൻ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ ലഞ്ച് കഴിഞ്ഞു, ഇവർ എന്റർടൈൻമെന്റിന് ഇറങ്ങി. എന്റർടൈൻമെന്റ് അലവൻസ്.
അങ്ങനെ നമ്മളുടെ നാട്ടില് ടൗണിൽ പോയി അവിടുന്ന് സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സമയം ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. രണ്ടുപേരും കൂടി ബീച്ചിൽ പോയി. ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ എന്റർടൈൻമെന്റിന് വേണ്ടി പോയ ഒരു ബീച്ചിലൂടെ നടക്കുമ്പോഴാണ് ഇഷ്ടംപോലെ നായ്ക്കളുള്ള സ്ഥലമാണ്. ഒരു നായ ഓടി വന്നിട്ട് ഇയാളെ കടിച്ചു. ഡോഗ്. എന്റർടൈൻമെന്റ് പോയവനെ ഡോഗ് കടിച്ചു. ഡോഗ് കടിച്ചതോടുകൂടി പെണ്ണിവിടെ ഭയങ്കര ഇന്ത്യാമോ നായ കടിച്ചു കരയുന്നത് വിളിച്ചപ്പോൾ ആളുകളെല്ലാം കൂടിയിട്ട് ഇവനെ ഓട്ടോറിക്ഷയിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോ നായ കടിച്ചു. ഡോഗ് അലവൻസ്. അത് കഴിഞ്ഞ എവിടെയെത്തി? മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോ നേരെ വാർഡിലേക്ക് മാറ്റി. വാർഡർഷിപ്പ് അലവൻസ്. ശ്രദ്ധിക്കുക, വാർഡർഷിപ്പ് അലവൻസ്. വാർഡിലെത്തിയപ്പോ നന്നായിട്ട് കടിയിട്ടേക്കോ നന്നായിട്ട് പ്ലാസ്റ്റർ കണ്ടിട്ട് കൈയും കാലും കെട്ടി കിടക്കുകയാണ്. നമ്മളുടെ സിനിമയിലെ നോക്കിയിരിക്കും. സിനിമയിലെ കാട്ടാണ് ജഗതി കിടക്കുന്നവർ കൈയും കാലും കെട്ടി കിടക്കാണ്. അപ്പോഴ് കുറച്ചു കാലത്തെ ഡോക്ടർ പറഞ്ഞ് ഇനി ജോലിക്ക് തൽക്കാലം കുറച്ച് ദിവസം പോണ്ട, ലീവ് എടുക്കണം. നോൺ പ്രാക്ടീസ്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. നോൺ പ്രാക്ടീസ് അലവൻസ്. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഡിസ്ചാർജ് ആവാണ്. ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ വീടല്ല ഗ്രാമത്തിലല്ലേ, അവിടേക്ക് പോകണ്ട, ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പൊ സിറ്റിയിലുള്ള ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. അപ്പൊ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ഇങ്ങനെ 13 അലവൻസ്. ഒന്ന് ഓർത്ത് നോക്കുക. നാലാമത് പ്രധാനപ്പെട്ടത് പണമായിട്ടുള്ളത് ബോണസ്, കമ്മീഷൻ, ഓവർ ടൈം. ഇതായിരുന്നു DA. ഇത് 4 വന്നപ്പോ വന്ന പൂതി. മാരേജ്, അതോടുകൂടി ഫാമിലിയായി. ഓക്കെ, ഫാമിലി വന്നതോടുകൂടി ഉച്ചഭക്ഷണം പോലും വീട്ടിലായി. ലഞ്ച് അലവൻസ്. അങ്ങനെ ഒരു ദിവസം ലഞ്ച് കഴിഞ്ഞിരിക്കുമ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് ഇങ്ങനെ നടക്കുമ്പോൾ ഡോഗ് അലവൻസ്. അപ്പോഴാണല്ലോ നേരെ മെഡിക്കൽ അലവൻസ്. വാർഡിലേക്ക് മാറ്റി. വാർഡർഷിപ്പ് അലവൻസ്. പിന്നെ കിടക്കാണ് നോൺ പ്രാക്ടീസ് അലവൻസ്. പിന്നെ എന്തോ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. തിരിച്ചൊന്ന് പറഞ്ഞു സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, നോൺ പ്രാക്ടീസ്, വാർഡർഷിപ്പ്, മെഡിക്കൽ, എന്റർടൈൻമെന്റ് അല്ല ഡോഗ്, എന്റർടൈൻമെന്റ്, പിന്നെ ലഞ്ച്, പിന്നെ ഫാമിലി, പിന്നെ മാരേജ്, പിന്നെ ബോണസ്, കമ്മീഷൻ, ഓവർ ടൈം, DA. റെഡി? ഈ 13 എലമെന്റ്സ് ഓർമ്മിച്ചു വെക്കാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 13 എലമെന്റ്സും എത്ര കിട്ടിയാലും അത് ഗ്രോസ് സാലറിയിൽ എടുക്കണം. ടാക്സ്. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ വേറെ തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായി പോകരുത്. എന്തൊക്കെയാണത്? ഞാൻ പറഞ്ഞു മാരേജ് അലവൻസ്, പിന്നെ ഫാമിലി അലവൻസ്, ടിഫിൻ അലവൻസ്, അത് കഴിഞ്ഞ് എന്റർടൈൻമെന്റ് അലവൻസ്, അതിനുശേഷം ഞാൻ ഒരു ഡോഗ് അലവൻസ് പറഞ്ഞു. അത് കടപ്പത്തുനിന്ന് നായ കടിച്ചാൽ കിട്ടുന്ന അലവൻസ് അല്ലേ. ഡോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവര് വളർത്തുന്ന നായ്ക്ക് കൊടുക്കുന്ന ആ നായ വളർത്തുന്നതായി ബന്ധപ്പെട്ടുള്ള അലവൻസ് ആണ് ഡോഗ് അലവൻസ്. പിന്നെ ഞാൻ പറഞ്ഞ മെഡിക്കൽ അലവൻസ്, അത് നായ കടിച്ച് മെഡിക്കൽ കോളേജിൽ പോയി അലവൻസ് അല്ല, ഏത് രോഗത്തിനും നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് മെഡിക്കൽ അലവൻസ്. പിന്നെ വാർഡർഷിപ്പ് അലവൻസ് എന്ന് പറഞ്ഞത് മെഡിക്കൽ കോളേജിലെ വാർഡ് കിടക്കുന്ന അലവൻസ് അല്ല, വാർഡൻ എന്ന് പറയുന്ന കേട്ടില്ലേ, വാർഡൻ. അപ്പൊ ഒരു പിന്നെ കോളേജ് ഉണ്ടെന്ന് വിചാരിക്കാം. കോളേജില് ഹോസ്റ്റൽ ഉണ്ട്. ഹോസ്റ്റലിന്റെ വാർഡന്റെ ചാർജ് കൂടി അവിടെയുള്ള ഒരു സ്റ്റാഫിന് കൊടുത്താൽ ആ വാർഡനായിട്ട് കിട്ടുന്നതിന് കൊടുക്കുന്ന എക്സ്ട്രാ അലവൻസ് ആണ് വാർഡർഷിപ്പ് അലവൻസ്. പിന്നെ പറഞ്ഞ നോൺ പ്രാക്ടീസ്, കൈകാലം കെട്ടി കിടക്കുന്നതിനുള്ള അലവൻസ് അല്ല, അത് നോൺ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഡോക്ടറോട് ആ സ്ഥാപനം പറയാണ് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോയിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ശമ്പളത്തിന് ഞങ്ങൾ ഇത്ര രൂപ അലവൻസ് അഡീഷണൽ ആയിട്ട്, അതാണ് നോൺ പ്രാക്ടീസ് അലവൻസ്. പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ഓക്കെ, അപ്പൊ 13 അലവൻസുകൾ. ഇതിലേത് കണ്ടാലും നിങ്ങൾ ഗ്രോസ് സാലറി കാൽക്കുലേഷനിൽ എടുക്കണം. ഓക്കെ, ഫുള്ളി ടാക്സ്. ഇനി പറയാനുള്ളത് പാർട്ടിലി ടാക്സബിൾ ആണ്. അപ്പൊ ഫുള്ളി ടാക്സബിൾ ഒന്ന് റിവൈഡ് ചെയ്യുക. ഒരു ഇനി പറയേണ്ടത് പാർട്ടിലി ടാക്സബിൾ അലവൻസ്. എന്താണ് പാർട്ടിലി? അതിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് പാർട്ടിലി? ഒരു നിശ്ചിത തുക വരെ എക്സെപ്റ്റ് ഫ്രം ടാക്സ് ആയിരിക്കും. ആ തുകയുടെ മേലെ പോകുമ്പോൾ അത് ടാക്സബിൾ സാലറിയിലേക്ക് കൂട്ടും. അതാണ് പാർട്ടിലി ടാക്സബിൾ. അതിലും പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടോളൂ. ആദ്യം ഒരു 5 എണ്ണം ചേർത്ത് പറയാം. അതൊരു ഗ്രൂപ്പാണ്. അതിനൊരു പ്രത്യേകത ഞാൻ പറയാം. 1, ട്രാവലിംഗ് അലവൻസ് TA. ട്രാവലിംഗ് അലവൻസ് TA. 2, അക്കാഡമിക് റിസർച്ച് അലവൻസ്, യൂണിഫോം അലവൻസ്, ഹെൽപ്പർ അലവൻസ്, കൺവെയർസ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ?
traveling allowance, academic research allowance, uniform allowance, helper allowance and conveyance. ഈ അഞ്ചെണ്ണത്തിൽ ഏത് അലവൻസ് കിട്ടിയാലും ശ്രദ്ധിക്കുക, അത് പാർട്ടിലി ടാക്സബിൾ ആണ്. അതിന്റെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അഞ്ചെണ്ണവുമായി ബന്ധപ്പെട്ട നിയമം, നിങ്ങൾക്ക് കിട്ടുന്ന തുക, ഈ എംപ്ലോയിക്ക് കിട്ടുന്ന തുക ചെലവാക്കാനാണല്ലോ. ട്രാവലിംഗ് അലവൻസ്, യാത്രയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കാണ് മിക്കവാറും ട്രാവലിംഗ് അലവൻസ് ഉണ്ടാവുക. റെപ്രസെന്റേറ്റീവ്സ് പോലുള്ള ആളുകൾ യാത്രാ ഭത്തയാണത്. അവർ യാത്ര ചെയ്യുന്നതിൽ ചെലവാക്കുന്നത്. എന്നാൽ ഈ കിട്ടുന്ന തുക മുഴുവൻ ചെലവാക്കിക്കൊള്ളണമെന്നില്ല. 1000 രൂപ ടി എ കിട്ടുന്ന ഒരാൾ 500 രൂപയെ ചെലവാക്കുന്നുവെങ്കിൽ ബാക്കി 500 രൂപ അയാൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അയാൾക്ക് പോക്കറ്റിലേക്ക്. അപ്പൊ ആ 500 രൂപ അയാൾക്ക് അഡീഷണൽ വരും. ഓക്കെ. അപ്പൊ ട്രാവലിംഗ് അലവൻസിൽ എത്ര ചെലവാക്കുന്നുവോ അത് കഴിച്ചു പാർട്ടി. കിട്ടുന്ന ട്രാവലിംഗ് അലവൻസിൽ ചെലവാക്കിയ തുകയ്ക്ക് ടാക്സ് വേണ്ട, ബാക്കി വരുന്ന തുകയെ ബെനിഫിറ്റ് ആയിട്ട് കാണും, അത് ടാക്സ്. അപ്പോ ട്രാവലിംഗ് അലവൻസ് ആയാലും, അക്കാഡമിക് റിസർച്ച് അലവൻസ് ആയാലും, യൂണിഫോം അലവൻസ് ആയാലും, ഹെൽപ്പർ അലവൻസ് ആയാലും, കൺവേയൻസ് ആയാലും, ഇതിലൊക്കെ തന്നെ ശ്രദ്ധിക്കുക, കിട്ടുന്ന തുകയിൽ ചെലവഴിച്ച തുക, എക്സ്പെൻഡ് ചെയ്ത എമൗണ്ട് അപ് ടു സ്പെൻഡ്, ചെലവഴിച്ച എമൗണ്ട് എത്രയോ അതുവരെ എക്സെപ്റ്റ് ഫ്രം ടാക്സ്, ബാലൻസ് ഈസ് ടാക്സബിൾ. മനസ്സിലായിട്ടുണ്ടാവുക? ഓക്കെ. അപ്പൊ ഈ അഞ്ചെണ്ണത്തെ നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് കാണുക. അതിന്റെ പ്രത്യേകത, ആ തുകയിൽ ചെലവഴിച്ച തുക എത്രയോ അത് ടാക്സബിൾ അല്ല, അതിന്റെ ബാക്കി നോക്കുക, അത് നമ്മളുടെ ഗ്രോസ് സാലറിയിൽ എടുക്കണം. റെഡി? ഇനി ആറാമത് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാവലിംഗ് അലവൻസ് തുടങ്ങിയ അഞ്ചെണ്ണം കഴിഞ്ഞ് അടുത്തത് തന്നെയാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാൻസ്പോർട്ട് അലവൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിലൊരു എക്സംഷൻ ഉണ്ട്. മാസത്തിൽ പെർ മന്ത് 1600 1600 രൂപ പെർ മന്ത് എക്സെപ്റ്റ്. അപ്പൊ കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് 2000 രൂപയാണെങ്കിൽ, മാസത്തിൽ 2000 രൂപയാണെങ്കിൽ, മാസത്തിൽ 1600 രൂപ എക്സെപ്റ്റ് കഴിച്ച് ബാക്കി 400 രൂപ ടാക്സ്. സപ്പോസ് ഇയാൾക്ക് 1600 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 1600 എക്സെപ്റ്റ് ആണ്, ടാക്സബിൾ പാർട്ട് ഇല്ല. ഇയാൾക്ക് 900 രൂപയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്നതെങ്കിൽ 1600 താഴെയാണെങ്കിൽ 900 മുതൽ എക്സെപ്റ്റ് ആണ്, ടാക്സബിൾ അമൗണ്ട് ഇല്ല. 1600 രൂപ വരെ എക്സെപ്റ്റ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. ഇനി ഇയാൾക്ക് ഫുള്ളി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ഈ വ്യക്തിയെങ്കിൽ 1600 പകരം 3200 രൂപ വരെ എക്സെപ്റ്റ് ആണ്. എത്രയാണ്? 3200. ശ്രദ്ധിക്കേണ്ടതാണ്, വർഷത്തിലല്ലേ, മാസത്തിൽ 1600 3200 എക്സെപ്റ്റ് ആണ്, ബാക്കി ടാക്സ് അതാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. മനസ്സിലായിട്ടുണ്ടോ? ഇനി വരാൻ പോകുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ഈ എംപ്ലോയിയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്ന അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ശ്രദ്ധിക്കുക, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് മാസത്തിൽ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് പരമാവധി 2 കുട്ടിക്ക് എക്സെപ്റ്റ് ഉണ്ട്, 200 രൂപ വരെ എക്സെപ്റ്റ് ഉണ്ട്. അതായത് ഇയാൾക്ക് 2 മക്കൾ പഠിക്കുന്നുണ്ട്, അവർക്ക് 2 പേർക്കുള്ള അലവൻസ് കിട്ടുന്നുണ്ട്, 400 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 2 പേർക്ക് 100 200 രൂപ മാസത്തിൽ എക്സെപ്റ്റ് ആണ്, ബാക്കി 200 മാസത്തിൽ 200. അപ്പൊ വർഷത്തിൽ എത്രയും 2400 രൂപ ടാക്സ്. സപ്പോസ് ഇയാൾക്ക് 3 മക്കളുണ്ട്, 600 രൂപ മാസത്തിൽ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ എത്ര എക്സെപ്റ്റ് ഉണ്ടാവും? 300 എക്സെപ്റ്റ് ഉണ്ടാവോ? ഇല്ല. പരമാവധി 2 കുട്ടികൾക്ക് 200, 600 200 കഴിച്ച് ബാക്കി 400 400 4200 വർഷത്തിൽ ടാക്സ് ആണ്. ഓക്കെ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് to 100 per month per child is exempt, balance is taxable. ഇനി ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണ്, അത് rupees 300 per month per child, maximum for 2 children, exempt ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 അലവൻസിലും ഈ പുതിയ ഫിനാൻസ് ആക്ടിൽ എന്തെങ്കിലും തുകയിലെ വ്യത്യാസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് മാറ്റി പറയാം കേട്ടോ. ഇപ്പോ ഉള്ള അവസ്ഥയിൽ 100 per month 300 per month ഹോസ്റ്റൽ അലവൻസ്, മാറ്റം ഉണ്ടെങ്കിൽ അത് പറയാം. പിന്നെ അവസാനമായിട്ട് പറയുന്നത് HRA, ഹൗസ് റെന്റ് അലവൻസ്. അത് കുറച്ച് കൂടുതൽ പറയാനുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. എന്താണ് HRA? എംപ്ലോയി താമസിക്കുന്ന വീടിന് കൊടുക്കാൻ, റെന്റ് കൊടുക്കാൻ, വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ആ വീടിന് റെന്റ് ഇനത്തിൽ കിട്ടുന്ന അലവൻസ് ആണ് HRA, ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ്.
HRA നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുള്ളി എക്സെപ്റ്റഡ് പറഞ്ഞു. HRA ടു ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജ് എക്സെപ്റ്റ് ആണ്. അപ്പോൾ HRA ശ്രദ്ധിക്കുക. HRA എന്ന് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യക്തി ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജ് ആണെങ്കിൽ ആ HRA എക്സെപ്റ്റ് ആണ്. ഇനി അല്ലാത്ത ആളുകളുടെ കേസിൽ HRA രണ്ടാക്കി തിരിക്കാം. ഒന്ന്, HRA കിട്ടുന്നുണ്ട്, പക്ഷെ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഇയാൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നിർബന്ധമില്ല. സ്വന്തം വീട്ടിലോ വാടക കൊടുക്കേണ്ടാത്ത ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിലോ താമസിക്കാം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന HRA മുഴുവൻ ബെനിഫിറ്റ് ആണ്. അപ്പൊ അത്തരം കേസിൽ കിട്ടുന്ന HRA മുഴുവനും ടാക്സബിൾ സാലറിയോട് കൂടി ചേർക്കണം. മനസ്സിലായോ പറഞ്ഞത്? HRA കിട്ടുമ്പോൾ ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജ് ആണെങ്കിൽ എക്സെപ്റ്റ് ചെയ്ത് എഴുതണം. അല്ലാത്ത കേസിലാണെങ്കിൽ ഈ കിട്ടിയ HRA കിട്ടിയ വ്യക്തി ഹൗസ് റെന്റ് കൊടുക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ പറയും റെന്റ് പെയ്ഡ് ബൈ ഹിം എന്ന് പറയും. അങ്ങനെ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്താ താമസിക്കുന്ന വീടിന് റെന്റ് കൊടുക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ റെന്റിനെ പറ്റി ഒരു സൂചന ഇല്ലെങ്കിൽ എന്താ ഇയാൾ റെന്റിനല്ല താമസിക്കുന്ന സ്വന്തം വീട്ടിലാണ്. അപ്പൊ കിട്ടുന്ന HRA മുഴുവൻ ബെനിഫിറ്റ് ആണ്. ആ കിട്ടുന്ന തുക മുഴുവൻ ടാക്സബിൾ സാലറി. ഇനി മൂന്നാമത്തെ കേസ് ഏതാ? HRA receives and lives in a rented house. അപ്പൊ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും പറയും റെന്റ് പെയ്ഡ് ബൈ ഹിം, അല്ലെങ്കിൽ he lives in a rented house with a monthly rent of rupees എന്ന് പറയും. അപ്പൊ റെന്റിനാണ് താമസിക്കുന്ന സൂചന എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ റെന്റഡ് ഹൗസിലാണെങ്കിൽ ശ്രദ്ധിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. ശ്രദ്ധിക്കുക, പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക എന്താണ്? ഒന്ന്, കിട്ടുന്ന HRA മുഴുവനും ടാക്സബിൾ അല്ല. കിട്ടുന്ന HRAയിൽ നിന്ന് ശ്രദ്ധിക്കുക, HRA receive, ഇപ്പൊ സപ്പോസ് 50,000 ആണെങ്കിൽ 50 വർഷത്തിൽ 90,000 ആണ്. അത് ഇന്നർ കോർട്ടിൽ എഴുതും. സാലറി ആണ് നമ്മൾ പ്രോ ചെയ്യുമ്പോൾ ഞാൻ പറയാം എഴുതും. then less exempt എന്താ? LEAST least of the following. ഇവിടെയാണ് പ്രശ്നം. എന്താ? കിട്ടുന്ന HRA എത്രയോ അത് നമ്മൾ ഇന്നർ കോടതിയിൽ എഴുതും. ഇതിന് മുഴുവൻ ടാക്സ് അടയ്ക്കേണ്ട. ഇതിൽ നിന്ന് ടാക്സ് എക്സംപ്ഷൻ ഉണ്ട്. എന്താണ് ടാക്സ് എക്സംപ്ഷൻ? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇനി ഞാൻ ഒരു 3 എമൗണ്ടുകൾ താരതമ്യം ചെയ്യാൻ പോവുകയാണ്. എത്ര എമൗണ്ട്? 3 എമൗണ്ടുകൾ താരതമ്യം ചെയ്യാൻ പോവുകയാണ്. ഈ 3 എമൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ആ 3 കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും കുറവേതോ അതിനെ സെലക്ട് ചെയ്യുക. ആ കുറവുള്ള എമൗണ്ട് എക്സംപ്ഷൻ ആണ്. അത് കഴിച്ച് ബാക്കി ടാക്സ്. ഏതായി 3 എമൗണ്ടുകൾ കമ്പയർ ചെയ്യുന്നത്? ഒന്ന്, ആക്ച്വൽ HRA. ആക്ച്വൽ HRA ഇവിടെ 50,000. 2, റെന്റ് പെയ്ഡ്. ഒന്നാമത്തെ ആക്ച്വൽ HRA. 2, റെന്റ് പെയ്ഡ്, ഇയാൾ കൊടുക്കുന്ന റെന്റ് മൈനസ് 10% ഓഫ് സാലറി. സാലറിയുടെ 10%. സപ്പോസ് ഇയാൾ റെന്റ് കൊടുക്കുന്ന മാസത്തിൽ കൊടുക്കുന്ന റെന്റ് 5,000 ആണെങ്കിൽ 12,560,000 മൈനസ് സാലറിയുടെ 10%. സാലറി എന്ന് പറയുമ്പോൾ മുകളിൽ നമ്മൾ കാണും ബേസിക് പേ കാണും, DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുടെ അത് കമ്മീഷൻ. ഇത് 3 കൂടി ചേർന്ന തുക, സപ്പോസ് ഇത് 3 കൂടി ചേർന്ന തുക 4 ലക്ഷം ആണെങ്കിൽ 4 ലക്ഷത്തിന്റെ 10% 40,000. അപ്പൊ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി 60,000 മൈനസ് 40,000 20,000. 3, 40% ഓഫ് സാലറി. 4 ലക്ഷം സാലറി വന്നാൽ അതിന്റെ 40% എന്ന് പറഞ്ഞാൽ 1,60,60,000. ഇതിൽ ഏറ്റവും കുറവേതോ അത് 20,000. അതാണ് എക്സംപ്ഷൻ. 20,000 എക്സംപ്ഷൻ. 50,000 20,000 കഴിച്ചു ബാക്കി 30,000 ടാക്സ്. അപ്പോൾ HRA കാൽക്കുലേഷൻ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജ് ആണെങ്കിൽ എക്സെപ്റ്റ് ആണ്. HRA receives and lives in a house without rent ആണ് മുഴുവൻ തുകയും ടാക്സ് ആണ്. എന്നാൽ HRA receives and lives in a rented house ആണെങ്കിൽ കിട്ടുന്ന HRAയിൽ നിന്ന് എക്സംപ്ഷൻ ഉണ്ട്. ഏതാണ് എക്സംപ്ഷൻ തുക? ഈ 3 തുകകൾ കമ്പയർ ചെയ്യണം. ഏതൊക്കെയാ കമ്പയർ ചെയ്യേണ്ട തുക? ഒന്ന്, ആക്ച്വൽ HRA. 2, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. 3, 40% ഓഫ് സാലറി. ഇവിടെ ശ്രദ്ധിക്കുക, 40% ഓഫ് സാലറി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെന്നൈ, മുംബൈ, ഡൽഹി, കൽക്കത്ത ഈ 4 പട്ടണങ്ങളിൽ ഏതെങ്കിലും ആണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് പറഞ്ഞതെങ്കിൽ 40ക്ക് പകരം 50% ഓഫ് സാലറി. എത്രയാണ്? 50% ഓഫ് സാലറി. 40 ഓർ 50 ആർക്കാണ്? ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത പട്ടണങ്ങളിൽ വർക്ക് ചെയ്യുന്നത് 50% ഓഫ് സാലറി.
ഇത് മൂന്നും കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ലീസ്റ്റ് കുറവ് അത് എക്സെപ്ഷൻ ഉണ്ട്, അത് കഴിച്ച് ബാക്കി എക്സെപ്ഷൻ. ഓക്കെ, ഇതാണ് HRA കാൽക്കുലേഷൻ. ഈ HRA കാൽക്കുലേഷൻ മാത്രം 4 മാർക്കും ചോദിക്കാറുള്ളതാണ്, അത് ശ്രദ്ധിക്കുക. ഇതാണ് അതിന്റെ നിയമം. ചിലപ്പോൾ തിയറി ചോദിക്കും HRA കാൽക്കുലേഷന്റെ നിയമങ്ങൾ എന്ത് ചോദിച്ചാൽ, ഒന്ന് ഹൈക്കോടതി സുപ്രീം കോടതി എക്സെപ്റ്റ് HRA receives and lives in their house without rent, only taxable HRA receives and lives in their rented house, an amount is exempt from tax, the exempted amount is calculated by comparing 3 factors എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ അലവൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയേണ്ടത് പെർക്സ് ആണ്, അവിടേക്ക് ഇന്ന് കിടക്കുന്നത്. അപ്പൊ ഇന്ന് സാലറി, അതിന് അലവൻസ്, 3 തരം അലവൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. താങ്ക് യു.